അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 14-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അലാ യഅലമു അറിയുകയില്ലേ, മൻ ഖലഖ സൃഷ്ടിച്ചവന്, വഹുവ അവൻ അൽ ലത്തീഫ് സൂക്ഷ്മജ്ഞനാണ്, അൽ ഖബീർ നന്നായി അറിയുന്നവനാണ്. അലാ യഅലം മൻ ഖലഖ് സൃഷ്ടിച്ചവന് അറിയുകയില്ലെന്നോ എന്ന ചോദ്യം സംശയത്തിൻ്റെ ചോദ്യമല്ല. മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഒരു വസ്തുവിനെ നിർമ്മിച്ചവന് അതിനുള്ളിലെ എല്ലാ ഘടകങ്ങളെയും കുറിച്ച് അറിവുണ്ടാവും. അതിനാൽ മനുഷ്യൻ്റെ നിർമ്മാതാവായ അള്ളാഹുവിനെ മനുഷ്യൻ്റെ ആന്തരിക വിചാരങ്ങളും അവൻ്റെ ഉള്ളിലുള്ളതും എല്ലാം അറിയും. അവൻ ലത്തീഫും ഖബീറുമാണ്. ലത്തീഫ് എന്നാൽ ഏറ്റവും സൂക്ഷ്മവും നിഗൂഢമായ കാര്യങ്ങളിലേക്ക് പോലും അറിവെത്തുന്നവൻ എന്നാണ്. ഖബീർ എന്നാൽ കാര്യങ്ങളുടെ ബാഹ്യരൂപം മാത്രമല്ല, അതിൻ്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങളെയും രഹസ്യങ്ങളെയും കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ എന്നാണ്. സൃഷ്ടിച്ചവൻ എന്ന പ്രയോഗം രണ്ട് അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് തൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യൻ്റെ രഹസ്യങ്ങൾ അറിയുകയില്ലേ എന്നതാണ് ഒന്നാമത്തെ വ്യാഖ്യാനമെങ്കിൽ, രണ്ടാമത്തേത് മനുഷ്യൻ അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന സൃഷ്ടിക്കുന്ന രഹസ്യ ചിന്തകളെക്കുറിച്ച് അള്ളാഹു അറിയുകയില്ലേ എന്നതുമാണ്. ഒരു വസ്തുവിനെ ബോധപൂർവം രൂപകൽപ്പന ചെയ്യുന്ന സൃഷ്ടികർത്താവായ അള്ളാഹുവിന് ആ വസ്തുവിൻ്റെ ഘടനയെക്കുറിച്ച് പ്രവർത്തനത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ട്. സമ്പൂർണ്ണ ജ്ഞാനിയാണവൻ. മനുഷ്യൻ്റെ വിചാരങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായും വെളിവാക്കപ്പെടുന്നതാണ്. മനുഷ്യ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കോശങ്ങളുടെയും അത്ഭുതകരമായ വിന്യാസം എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണ്. എല്ലാം അറിയുന്ന റബ്ബിൻ്റെ മുന്നിൽ ഒന്നും മനുഷ്യന് ഒളിച്ചു വെക്കാൻ കഴിയുകയില്ല. പ്രപഞ്ചത്തിലെ ചെറിയ അണു മുതൽ ഭീമാകാരമായ ഗാലക്സികൾ വരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് ജ്ഞാനമില്ല എന്നാരെങ്കിലും കരുതിയാൽ അവനോളം അവിവേകി വേറെ ആരും ഇല്ല എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെ, അറിവിനെ സ്വന്തം പരിമിതമായ അറിവുമായി താരതമ്യം ചെയ്തത് കൊണ്ടാണ് അള്ളാഹുവെക്കുറിച്ച് ബാലിശമായ തർക്കങ്ങൾ മക്ക മുശ്രിക്കുകൾ ഉയർത്തിയത്. അറിവില്ലാത്ത ഒരു വസ്തുവിനെ സുന്ദരമായി സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. പൂർണ്ണമായി ഒരു കാര്യം അറിഞ്ഞാലേ അത് സൃഷ്ടിയായി പുറത്തേക്ക് വരികയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ മനോഹരമായ സൃഷ്ടിപ്പ് തന്നെ അള്ളാഹുവിൻ്റെ സർവവിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സൃഷ്ടിച്ചവൻ എല്ലാം അറിയുന്നു. അലാ യഅലമു മൻ ഖലഖ. ഇത് സത്യനിഷേധികൾക്കുള്ള ശക്തമായ താക്കീത് എന്നതോടൊപ്പം സത്യവിശ്വാസികൾക്കുള്ള വലിയൊരു ആശ്വാസമാണ്. തൻ്റെ പ്രയാസങ്ങളും തൻ്റെ ബുദ്ധിമുട്ടുകളും ആരും കാണാത്ത കണ്ണീരും ഹൃദയത്തിൻ്റെ ഉള്ളിലെ നൊമ്പരങ്ങളും എല്ലാം സൃഷ്ടിച്ച നാഥൻ അറിയുന്നുണ്ട് എന്ന ബോധ്യം വലിയ മാനസിക സമാധാനമാണ് നൽകുക. പ്രപഞ്ചം തനിയെ ഉണ്ടായതാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഈ സൂക്തം. ഇത്രയും സങ്കീർണമായ മനുഷ്യ മസ്തിഷ്കവും ചിന്താശേഷിയും രൂപപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സർവജ്ഞനായൊരു സ്രഷ്ടാവ് തീർച്ചയായും അനിവാര്യമാണ്. ഡോക്ടറേക്കാൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയുന്നത് അള്ളാഹുവിനാണ്. മനഃശാസ്ത്രജ്ഞരേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അറിയുന്നത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ലത്തീഫും ഖബീറുമായ, എല്ലാം അറിയുന്ന അഗാധജ്ഞാനമുള്ള സൂക്ഷ്മദൃക്കായ അള്ളാഹുവിലേക്ക് മാത്രം തിരിയുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും വേണം. മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ചിന്തകൾ രൂപപ്പെടും മുമ്പ് തന്നെ അവൻ എങ്ങനെ രൂപപ്പെടണം എന്ന് തീരുമാനിച്ച അള്ളാഹുവിന് അവൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളെ അറിയാൻ കഴിയും. അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതാണ് അള്ളാഹു ലത്തീഫും ഖബീറുമാണ് എന്ന് പറയുന്നത്. മനുഷ്യ മസ്തിഷ്കം കോടിക്കണക്കിന് ന്യൂറോണുകളുടെയും വൈദ്യുത സിഗ്നലുകളുടെയും ഒരു സങ്കീർണ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥിതിയുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഡിസൈൻ ചെയ്ത സൂപ്പർ ഇൻ്റലിജൻസാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അന്ധമായ പ്രകൃതിയല്ല, കൃത്യമായ ആസൂത്രണമുള്ളൊരു സൃഷ്ടാവാണ്.
പ്രപഞ്ചത്തിന് പിന്നിൽ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആയത്ത് കൂടിയാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.